പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നമ്മുടെ സയൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വൈറ്റമിൻസിൻ്റെ കംപ്ലീറ്റഡ് ക്ലാസ്സിനെ ആസ്പദമാക്കിയുള്ള ഒരു പരീക്ഷയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 വർഷങ്ങൾക്കിടയിൽ PSC വൈറ്റമിൻസിനെ കുറിച്ച് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ആണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പുതിയ ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഒരു OMR ഷീറ്റ് കയ്യിൽ വെച്ചിരിക്കുക. നിങ്ങളുടെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് OMRൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 50 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ വൈറ്റമിൻസിനെ കുറിച്ച് ഇനി ഈ ക്ലാസ്സും ഈ പരീക്ഷയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ വൈറ്റമിൻസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾ അടുത്ത ദിവസം കെമിസ്ട്രിയുടെ ഒരു ക്ലാസ്സാണ് അടുത്ത ദിവസം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻസിൽ ഇന്ന് നമ്മുടെ ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെ കൂട്ടം ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഞാനിവിടെ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ ക്ലാസ് പോയി കാണുക. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്ലാസ് കാണുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കാണുക. ഓക്കെ, അപ്പം വൈറ്റമിൻ B കോംപ്ലക്സ് 8 എണ്ണം, വൈറ്റമിൻ C ഇത് രണ്ടിനെയും നമ്മൾ വാട്ടർ സോളുബിൾ വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കാൽസ്യവും ഫോസ്ഫറസും ശരിയായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഈ വൈറ്റമിൻ ഇല്ലെങ്കിൽ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും കാൽസ്യവും ഫോസ്ഫറസും അതിൽ നിന്നും ആഗിരണം ചെയ്യത്തില്ല. കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ D ആണ്. ക്ലിയർ ആയോ? ശരിയായ ഉത്തരം വൈറ്റമിൻ D ആണ്. അടുത്ത ചോദ്യം, നൈറ്റ് ബ്ലൈൻഡ്നസ് നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? ശരിയായ ഉത്തരം വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആൻറ്റി ഓക്സിഡന്റ് സ്വഭാവമുള്ള വൈറ്റമിൻ ഏതാണ്? ആൻറ്റി ഓക്സിഡന്റ് സ്വഭാവമുള്ള വൈറ്റമിൻ ഏതാണ്? ശരിയായ ഉത്തരം വൈറ്റമിൻ E ആണ്. ആൻറ്റി ഓക്സിഡന്റ് സ്വഭാവമുള്ള വൈറ്റമിൻ, ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ E. അടുത്ത ചോദ്യം, സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ്? നാവികരിലാണ് ഈ രോഗം കാണുന്നത്. നാവികരായി പോകുന്ന ആൾക്കാരിൽ പല്ല് കൊഴിഞ്ഞു പോവുക, അവരുടെ മോണ പൊട്ടി രക്തം വരിക, ഇതെല്ലാം ഏതോ ഒരു വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ്. ആ രോഗത്തെയാണ് സ്കർവി എന്ന് വിളിക്കുന്നത്. അത് വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്നാണ് പറയുക. ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ ഏതാണ്? രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ്റെ പേരാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് ഏത്? വൈറ്റമിൻ എ ബ്യൂട്ടി വൈറ്റമിൻ ആണോ? അല്ല. വൈറ്റമിൻ സി സൺഷൈൻ വൈറ്റമിൻ ആണോ? അല്ല. വൈറ്റമിൻ ഡി ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ ആണോ? അല്ല. വൈറ്റമിൻ ഇ ബ്രൈറ്റ് ഐ വൈറ്റമിൻ ആണോ? അല്ല. ഈ കൊടുത്തിരിക്കുന്നവയിൽ എല്ലാം തെറ്റാണ്. ഇവിടെ എല്ലാം തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? വൈറ്റമിനുകൾ ഊർജം നൽകുന്നു. ഒരിക്കലും ശരിയല്ല. വൈറ്റമിൻ കഴിച്ചതുകൊണ്ട് ഊർജം കിട്ടൂല, പക്ഷെ വൈറ്റമിനുകളിൽ നിന്നും ഊർജം കിട്ടൂല. പക്ഷെ വൈറ്റമിനുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ഊർജമാക്കി മാറ്റും. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന വൈറ്റമിനുകളാണ്. അത് ശരിയാണ്. എല്ലാ വൈറ്റമിനുകളിലും അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ വിചാരിച്ചിരുന്നത്. 1912 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് കാസിമിർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തി അമിനോ ആസിഡിന് വൈറ്റമിനുകൾക്ക് കൃത്യമായ ഡെഫിനിഷൻ കൊടുത്ത ആൾ പറഞ്ഞത്, അങ്ങനെ എല്ലാ വൈറ്റമിനുകളിലും അമിനോ ഗ്രൂപ്പ് ഇല്ല, മിക്കവാറും വൈറ്റമിനുകളിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാത്തിലും ഇല്ല. അപ്പോൾ ഇതിനകത്ത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തത് മാത്രം. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിനുകളാണ് എന്ന പ്രസ്താവന ശരിയാണ്. വൈറ്റമിൻ B1 തയാമിനെ സംബന്ധിച്ച പ്രസ്താവനകളാണ്. നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്.
ഇതിൻ്റെ കുറവ് മൂലം ബെറിബെറി എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. 2 പ്രസ്താവനകളുണ്ട്. ഇതിൽ 1ഉം 2ഉം ശരിയാണ്. വൈറ്റമിൻ B1 നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഇതിൻ്റെ കുറവ് കൊണ്ട് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ ബെറിബെറി എന്ന് പറയുന്ന രോഗമുണ്ടാവും. ഐക്കോണ്ട് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ അല്ലാത്തത് ഏതാണ്? ശരിയായ ഉത്തരം വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ബിയും ഉണ്ട്, സിയും ഉണ്ട്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സ്. ബാക്കി ADEK അവരെല്ലാം ഫാറ്റ് സോളുബിൾ വൈറ്റമിനാണ്. റൈബോഫ്ലാവിൻ അതിൻ്റെ കുറവ് കൊണ്ട്, അതായത് വൈറ്റമിൻ B2വിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ശരിയായ ഉത്തരം ചെലൈറ്റിസ് എന്നാണ്. അതായത് ചുണ്ടിൻ്റെ ഈ കോർണറുകളിൽ വരണ്ടു പോവുക, അവിടെ ഒരു ചെറിയ മുറിവ് പോലെ ഉണ്ടാവുക, ഇതിനെയാണ് ചെലൈറ്റിസ് എന്ന് പറയുന്ന രോഗമായി കണക്കാക്കുന്നത്. വായുടെ ഉള്ളിൽ വ്രണം ഉണ്ടാവുക, മുറിവുണ്ടാവുക, അത് പഴുത്തു വരിക, ഇതൊക്കെ വൈറ്റമിൻ B2വിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. പാലിൻ്റെ മഞ്ഞയിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് റൈബോഫ്ലാവിൻ എന്ന് പഠിക്കുക. പെല്ലാഗ്ര എന്ന് പറയുന്ന രോഗത്തിന് കാരണമാവുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ്? ശരിയായ ഉത്തരം വൈറ്റമിൻ B3യുടെ കുറവ് കൊണ്ടാണ് പെല്ലാഗ്ര, അതായത് സൂര്യപ്രകാശം ഏൽക്കുന്ന ചർമ്മഭാഗം വരണ്ടു പോകുന്ന രോഗമാണ്. അത് പറയട്ടെ, നമ്മൾ 2020 എങ്ങാണ്ടാണ് വൈറ്റമിൻ്റെ ആദ്യമായിട്ട് ക്ലാസ് അതിനകത്ത് ചെയ്തിടുന്നത്. അപ്പോൾ അന്ന് ഏകദേശം 1.5 ലക്ഷം പേരാണ് ഈ വൈറ്റമിൻ്റെ ക്ലാസ് കണ്ടത്. വലിയ സന്തോഷം. എന്നാൽ ഇന്ന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ കുറേ നാൾ ഇടാതിരുന്നത് കൊണ്ട് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം പോയി. പുതിയ വ്യൂവേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സയൻസിന് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പെയ്ഡ് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണിത്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? ആസ്വദിക്കാം. സയൻസ് വേരറിഞ്ഞ് പഠിക്കാം. അതുപോലെ തന്നെ മാത്സും, മാത്സിൻ്റെയും ക്ലാസ്സുകൾ. മാത്സ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടില്ല. നമ്മുടെ സയൻസ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ വെളിയിൽ നിന്ന് ഒരു പോയിന്റ് ഇല്ലെന്നേ. ഈ വൈറ്റമിൻസിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. 2 ക്ലാസ്സുകൾ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ അഭിപ്രായം പറയുക. ഈ വൈറ്റമിൻ്റെ പരീക്ഷ കൂടെ എഴുതുക. എന്നിട്ട് ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയിലും പോയിട്ട് നിങ്ങൾ വൈറ്റമിൻ എടുത്ത് അറ്റൻഡ് ചെയ്തോ, നിങ്ങൾക്ക് 100% കൃത്യമായിട്ട് എൻ്റെ ആൻസർ എഴുതാൻ കഴിയും. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഫോളിക് ആസിഡ് വൈറ്റമിൻ B9. വൈറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. RBCയുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതം. DNA നിർമ്മാണത്തിനും കോശവിഭജനത്തിനും പ്രാധാന്യം വഹിക്കുന്ന വൈറ്റമിൻ ഏതാണ്? DNA നിർമ്മാണത്തിനും കോശവിഭജനത്തിനും ഏറ്റവും പ്രധാനമാണ് ഫോളിക് ആസിഡ്. DNA ന്യൂക്ലിക് ആസിഡിൽ വരും. അറിയാലോ, പാരമ്പര്യ സ്വഭാവത്തിന്റെ പ്രേക്ഷകർ എന്നറിയപ്പെടുന്നു. അപ്പോൾ അതാണ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അടുത്ത ചോദ്യം. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകാൻ കാരണമാകുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ B9ഉം വൈറ്റമിൻ B12ഉം അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഈ വൈറ്റമിൻ്റെ കുറവ് കൊണ്ട് വന്ധ്യത ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് വൈറ്റമിൻ E ആണ്. വൈറ്റമിൻ Eയെ നമ്മൾ എന്ത് പറയും? ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയും. ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ, ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ, ക്രിയാശീലത കൂടിയ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിനെ തടയുന്ന വൈറ്റമിൻ. കാഴ്ച ശക്തി നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? വൈറ്റമിൻ A പറയണം. റെറ്റിനോൾ. അത് കാഴ്ചയ്ക്ക് മാത്രമല്ല, കാഴ്ച, ത്വക്ക്, കോശങ്ങൾ ഇവയുടെയൊക്കെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ A. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ C ആണ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ C. കൊളാജൻ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? കൊളാജൻ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് വൈറ്റമിൻ C ആണ്. കൊളാജൻ നിർമ്മാണത്തിന് അത്യാവശ്യം. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിൽ പരോക്ഷമായി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പരോക്ഷമായി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം പറയണം. പരോക്ഷമായി, പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായി വൈറ്റമിൻ C. ഓക്കെ, അത് വെറൈറ്റി പോയിന്റുകളാണ്. ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ടോക്കോഫിറോൾ എന്ന് പ്രത്യക്ഷമായിട്ട് B കോംപ്ലക്സുകളെല്ലാം വൈറ്റമിൻ എന്താ പറയുക, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് പ്രത്യക്ഷം, പരോക്ഷമായി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഓക്കെ, ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ E. ഓക്കെ, ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ K. ഓക്കെ, അടുത്ത ചോദ്യം.
കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം? ഇത് നേരത്തെയും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വരുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് എ, ഡി, ഇ, കെ. ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. അടുത്ത ചോദ്യം, വൈറ്റമിൻ കെയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മൂലകമേത? കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമേത? പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതൊരു വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ ഇത് ഒന്ന് മാത്രം, ഇത് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണോ വൈറ്റമിൻ കെ? അല്ല, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഓക്കെ, അടുത്തത് ഇൻട്രിൻസിക് ഫാക്ടറിന്റെ സഹായത്തോടെ ആഗിരണം ചെയ്യപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ B12. ഇൻട്രിൻസിക്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. സയനോകൊബാൽമിൻ എന്നറിയപ്പെടുന്ന സയനൈഡ് പോയിസനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് എന്നും കൂടി പഠിക്കണം. റിക്കറ്റ് എന്ന രോഗം കുട്ടികളിൽ ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ്? കുട്ടികളിൽ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ് അല്ലെങ്കിൽ കണരോഗം. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഓസ്റ്റിയോമലേഷ്യ രോഗം മുതിർന്നവരിൽ ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ്? റിക്കറ്റ് കുട്ടികളിൽ ഉണ്ടാകുന്നത് പോലെ ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകുന്നതും വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് തന്നെയാണ്. രക്തത്തിലെ കാൽസ്യം നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കാൽസ്യം ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിൻ്റെ പേരെന്താണ്? ഉത്തരം വൈറ്റമിൻ ഡി. ഇതൊരു സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് പിരിഡോക്സിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഒരു വൈറ്റമിൻ്റെ ശാസ്ത്രീയ നാമം, 13 വൈറ്റമിനുകളിൽ ഒരു വൈറ്റമിൻ്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ എന്നാണ്. അത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ B6, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാൽമിൻ. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പ്രധാനമായി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. വൈറ്റമിൻ എയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, വൈറ്റമിൻ സിയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. എന്നാൽ എയും സിയും ഇൻഡിവിജ്വൽ ആയിട്ട് തന്ന നമ്മൾ സി ഉത്തരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം. വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ് എന്താണ്? വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട സ്രോതസ് എന്താണ്? ഉത്തരം പച്ച ഇലക്കറികളിലാണ് വൈറ്റമിൻ കെ ഉള്ളത്. പച്ച ഇലക്കറികൾ. സിട്രസ് ഫ്രൂട്ടുകൾ വൈറ്റമിൻ സി ആണ്. പാലുൽപ്പന്നങ്ങൾ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ ഡിയും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെച്ചോണം. അടുത്തത്, ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് പ്രധാനമായും സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ എ. അപ്പോൾ വൈറ്റമിൻ എ കണ്ണ്, കോശം, അതേപോലെ സ്കിന്ന്. ഓക്കെ, അടുത്ത ചോദ്യം, വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫലം ഏതാണ്? വൈറ്റമിൻ സി ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക. അതേപോലെ സിട്രസ് ഫ്രൂട്ടുകളിലും വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെ അധികം അത് വെച്ചാൽ കൂടുതലായാൽ ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് എ, ഡി, ഇ, കെ. അത് നിങ്ങൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് എവിടെ പോയാണ് ശേഖരിക്കുന്നത്? ഉത്തരം കരളിലാണ് ശേഖരിക്കപ്പെടുന്നത്. നാഡീ ക്ഷീണം, ന്യൂറോപ്പതി ഉണ്ടാകാൻ കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ്? ഉത്തരം പറയണം, വൈറ്റമിൻ B1 കുറവ് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം? ആന്റി ഓക്സിഡന്റ് വൈറ്റമിനുകളാണ് എയും സിയും ഇയും ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ ഇത് ആന്റി ഓക്സിഡന്റ് എന്ന് മാത്രം ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതേണ്ടത് വൈറ്റമിൻ ഇ ആണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അറിവുകൾ നമുക്ക് ഈ എക്സാമിലൂടെ കിട്ടും. റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്, റെറ്റിനോൾ കണ്ണ് ഏതാണ്? വൈറ്റമിൻ എ ആണ് കണ്ണ്. ആഹാരത്തിൽ നിന്ന് ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ശരീരത്തിൽ ഇരുമ്പിൻ്റെ കുറവുണ്ട്. അതായത് ഏതോ ഒരു വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട ജോലി, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ഇരുമ്പ് ആഗിരണം ചെയ്യുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് ആരാണെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേ. കാൽഷ്യവും ഫോസ്ഫറസും ആരാണ് എന്നൊന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, വൈറ്റമിൻ ഡിയെ സംബന്ധിക്കുന്ന കുറച്ച് പ്രസ്താവനകൾ പറയുന്നുണ്ട്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യപ്രകാശം ലഭിക്കുമ്പോഴാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരിയായ ഉത്തരം, രണ്ടും സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എന്നാൽ എൻ്റെ ചോദ്യം, കാസിമിർ ഫങ്ക് വൈറ്റമിനുകൾക്ക് കൃത്യമായ നിർവചനം കൊടുത്ത് വൈറ്റമിനുകൾ കണ്ടെത്തിയ വർഷം ഒന്ന് കമന്റ് ചെയ്തേ.
എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ, ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന പേര് വൈറ്റമിനുകളുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അടുത്ത ചോദ്യം. കോ എൻസൈമായി പ്രവർത്തിക്കുന്ന വൈറ്റമിനുകൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം വാട്ടർ സോളുബിൾ വൈറ്റമിനുകളായ വൈറ്റമിൻ ബി കോംപ്ലക്സിലും സിയിലുമാണ് കോ എൻസൈമുകളായി പ്രവർത്തിക്കുന്ന. കോ എൻസൈമുകൾ എന്ന പേരുള്ളത് ആർക്കാണ്? വൈറ്റമിനുകൾക്കാണ്. ഓക്കെ, വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട സ്രോതസ് ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട സ്രോതസ് ഏതാണ്? ക്യാരറ്റ് ആണ്. അതായത് ക്യാരറ്റിന്റെ കളറിന് കാരണം എന്താ? ബീറ്റാ കരോട്ടീൻ. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് അത് വൈറ്റമിൻ എ ആയിട്ട് മാറും. അതുകൊണ്ട് പ്രോ വൈറ്റമിൻ എ എന്നാണ് ക്യാരറ്റിനെ വിളിക്കുന്നത്, അതായത് ബീറ്റാ കരോട്ടീനെ വിളിക്കുന്നത്. പക്ഷെ വൈറ്റമിൻ എ കൂടുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഇങ്ങനെ പറയണം കേട്ടോ, കോഡ് ലിവർ ഓയിൽ. എന്താണ്? കോഡ് ലിവർ ഓയിൽ. അപ്പോൾ അത് മറന്നു പോരുതേ, കോഡ് ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ എക്സാം എഴുതുമ്പോൾ. അതുകൊണ്ടാണ് എക്സാം എഴുതുമെന്ന് പറയുന്നത്. ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ. ഹെമറേജ്, രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, വൈറ്റമിൻ B1 പ്രധാനമായി ഏത് ശാരീരിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ്. അത് കഴിച്ചാലേ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് ഊർജമായി മാറുള്ളൂ. അപ്പോൾ ഉത്തരം കാർബോഹൈഡ്രേറ്റ് ഉപാപചയ പ്രവർത്തനം, മെറ്റബോളിസം. ഓക്കെ, താഴെ പറയുന്നവയിൽ വൈറ്റമിൻ കുറവല്ല ഹോർമോൺസ് സദൃശ പ്രവർത്തനം കാണിക്കുന്നത് ഏതാണ്? ഉത്തരം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. അതൊരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കതങ്ങ് വിട്ടേക്കാം. അടുത്ത ചോദ്യം. ചൈലോസിസ് എന്ന് പറയുന്ന രോഗലക്ഷണം ഏത് വൈറ്റമിൻ്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, വായുടെ ഈ വക്കിലൊക്കെ ഒരു വ്രണം പോലെ കാണപ്പെടുക, വായുടെ അകത്തൊക്കെ പൊള്ളി കാണപ്പെടുക. ഇത് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B2 കുറവ് കൊണ്ടാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പറഞ്ഞേ പാലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. ഓക്കെ, നാഡീവ്യവസ്ഥയിലും മസ്തിഷ്ക പ്രവർത്തനങ്ങളിലും പ്രാധാന്യമുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B12. മസ്തിഷ്ക പ്രവർത്തനങ്ങളിലും നാഡീവ്യവസ്ഥയിലും. ഫാറ്റ് സോളുബിൾ വൈറ്റമിനുകളുടെ അമിതമായ ഉപയോഗം സാധാരണ ഏത് പ്രശ്നത്തിലേക്കാണ് നയിക്കുക? ഹൈപ്പർ വൈറ്റമിനോസിസ്. വൈറ്റമിൻ നമുക്ക് കഴിക്കാം. ഇപ്പോൾ വൈറ്റമിൻ എ ആണെങ്കിൽ 1.5 to 2 മില്ലിഗ്രാം ഒക്കെ നമുക്ക് കഴിക്കണം ദിവസം. പക്ഷെ അത് കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ ഹൈപ്പർ വൈറ്റമിനോസിസ് വരും. അത് ഫാറ്റ് സോളുബിൾ വൈറ്റമിനുകളാണ് ADEK. എനിക്ക് A വേണം, D വേണം, E വേണം, K വേണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിരന്തരം കഴിച്ചുകൊണ്ടിരുന്ന പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ഇല്ലാതെ ശരീരത്തിൽ ശരിയായി നടക്കാത്ത പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം കൊളാജൻ നിർമ്മാണം. വൈറ്റമിൻ സി ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ, മൊസമ്പി നന്നായിട്ട് കഴിക്കണം. നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൊളാജൻ്റെ നിർമ്മാണം നടക്കും. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗ്രൂപ്പ്, ബി കോംപ്ലക്സ് 8 എണ്ണം ഉണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ആരാണ്? അപ്പം തയാമിൻ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ B1 ആണ്. എന്നാൽ റൈബോഫ്ലാവിൻ B2 ആണ്. നിയാസിൻ വൈറ്റമിൻ B3 ആണ്. എന്നാൽ റെറ്റിനോൾ വൈറ്റമിൻ A ആണ്. അപ്പം ബി കോംപ്ലക്സിനകത്ത് ഇതിനകത്ത് വരാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് റെറ്റിനോൾ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ആന്റി ഓക്സിഡന്റ് പ്രവർത്തനം പ്ലസ് കോശപാളികളുടെ സംരക്ഷണം, ഇത് രണ്ടും ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? അതാണ് ചോദ്യം. ഉത്തരം വൈറ്റമിൻ ഇ. ആന്റി ഓക്സിഡന്റ് പ്രവർത്തനവും കോശപാളികളുടെ സംരക്ഷണം, അതുകൊണ്ടാണ് നമ്മളതിനെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളിൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നിർണായകമായ വൈറ്റമിൻ ഏതാണ്? എല്ലാവർക്കും അറിയാം. പറഞ്ഞേ, വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി. 50 ചോദ്യങ്ങളുടെ ഒരു എക്സാമിനേഷനാണ് നമ്മളിപ്പം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സും ഈ പരീക്ഷയും എഴുതി കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞോണം, വൈറ്റമിൻ ഫിനിഷ്. ഇനി എനിക്ക് ജോലി കിട്ടുന്നത് വരെ വൈറ്റമിൻ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ്സാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിൽ മെറ്റൽസ് കംപ്ലീറ്റ് 10ാം ക്ലാസ്സിൽ മെറ്റൽ പ്രൊഡക്ഷൻ ഉണ്ട്. അതിനകത്ത് ഓരോ സെൻറ്റൻസ് സാർ ക്ലാസ്സിനകത്ത് പറഞ്ഞു തരും. അടിപൊളിയായിട്ട് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. അപ്പോൾ കാത്തിരിക്കുക, നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.